4 പേർക്ക് ഒരു ദാരുണമായ ഒരു അപകടത്തിലൂടെയാണ് അവരുടെ ജീവൻ നഷ്ടമായത്. വീട്ടിലേക്ക് എത്താൻ ഏതാനും കിലോമീറ്റർ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് അവർ ഈ അപകടത്തിൽപ്പെട്ടത്. 3 പേർ സംഭവ സ്ഥലത്ത് വെച്ച് മരിച്ചു. അനുവിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അപകട സ്ഥലത്തേക്ക് ഞങ്ങളുടെ പ്രതിനിധി ദിലീപ് ദേവസ്യ പോയിരുന്നു. അവിടെ ആ അപകടമുണ്ടായത് എങ്ങനെയെന്ന് ദിലീപ് ദേവസ്യ പറയും. 4 പേരുടെ ജീവനൊടുക്കിയ പുനലൂർ മൂവാറ്റുപുഴ ദേശീയപാതയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇന്ന് രാവിലെ 4:08 ഈ മുറിഞ്ഞ കല്ലിൽ വെച്ച കുടുംബം സഞ്ചരിച്ച കാറ് ശബരിമല തീർത്ഥാടക സംഘം സഞ്ചരിച്ച ബസ്സിലിടിക്കുന്നത്. ഈ കാറിലുണ്ടായിരുന്ന ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് നമ്മളോട് ജില്ലാ കളക്ടറും അതോടൊപ്പം തന്നെ പത്തനംതിട്ട RTOയും വ്യക്തമാക്കിയിരിക്കുന്നത്. ആ അപകടത്തിൽ തൽക്ഷണം തന്നെ 4 പേരും മരിക്കുകയായിരുന്നു. ഈ കാറിൻ്റെ അവശിഷ്ടങ്ങളും അതിൻ്റെ സാധന സാമഗ്രികളെല്ലാം തന്നെ ഇവിടെ കാണാം. ഈ കാറിലുണ്ടായിരുന്ന ഒരാൾ ധരിച്ചിരുന്ന ചെരുപ്പും കാറിൻ്റെ ഹെഡ് റെസ്റ്റ് അടക്കം ഇവിടെ നിന്ന് ഇപ്പോൾ വ്യക്തമായിട്ട് കാണാം. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വാഹനങ്ങളുടെ അമിത വേഗത നോക്കൂ. വാഹനങ്ങളെല്ലാം അമിത വേഗതയിൽ പോകുന്നു. ഈ റോഡുകളെല്ലാം തന്നെ നല്ല രീതിയിലുള്ള റോഡുകളാണ് നമുക്കുള്ളത്. പക്ഷേ അത് ഓടിക്കുന്നവർ അതിൻ്റെ രീതി പാലിക്കുന്നില്ല എന്നാണ് ഇന്ന് നമ്മുടെ RTO അടക്കം പറഞ്ഞത്. പക്ഷേ ഈ രക്ഷാപ്രവർത്തനത്തിന് ആദ്യം എത്തിയ ചേട്ടനല്ലേ ഇവിടെ രക്ഷാപ്രവർത്തനം ഉണ്ടായിരുന്നു. സൗണ്ട് കേട്ട് ഇങ്ങോട്ട് വടക്ക് ഭാഗത്തോട്ട് നോക്കുമ്പോൾ വണ്ടികളെല്ലാം ഓണടിച്ച് ജാമായി കിടക്കുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് ഓടി വരുവാണ്. എൻ്റെ കൂടെ തന്നെ പോലീസും ഉടനെ തന്നെ പാഞ്ഞു വരുന്നുണ്ടായിരുന്നു. ഉടനെ അനുവിൻ്റെ ഫാദർ ആരോ വിളിച്ച് പറഞ്ഞാണ് പോലീസും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ വണ്ടി ഇടിച്ച് കിടക്കുകയാണ്. അപ്പോൾ തന്നെ നോക്കുമ്പോൾ ഭയങ്കര വല്ലാത്തൊരവസ്ഥയാണ്. വണ്ടി അതേ ഇടിച്ച് കിടക്കുന്നത്. അപ്പോൾ പിന്നെ അനുവിൻ്റെ ഫാദറും മോനൂടെ ഫാദറും ഗേറ്റ് തുറന്നു, പുറത്തെ ഡോർ തുറക്കാൻ നോക്കുന്നു. ബാക്കി ഡോറുകളെല്ലാം ജാമായി. അപ്പോൾ ഡോർ തുറന്നപ്പോൾ ഒരു ലേഡീസ് ഉണ്ടായിരുന്നു. ലേഡീസിന് ചെറിയൊരു ഞരക്കമുണ്ട്. അപ്പോൾ ഉടനെ തന്നെ അടുത്ത ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ ആംബുലൻസ് വന്നു. ആംബുലൻസിൽ ലേഡീസിനെ കയറ്റി ഞങ്ങൾ പെട്ടെന്ന് അങ്ങ് വിട്ടു. അപ്പോഴത്തെ പോലീസ് ഫയർഫോഴ്സിനെയും വിളിച്ചു. പിന്നെ ഫയർഫോഴ്സ് പെട്ടെന്ന് ഒരു 15 മിനിറ്റ് അവർ എത്തിയതിന് ശേഷമാണ് ഡോറുകൾ തുറക്കാൻ പറ്റിയത്. ഡോറുകൾ തുറന്നപ്പോഴത്തേക്ക് അവരെല്ലാം അനക്കമൊന്നുമില്ല, യാതൊരു അനക്കമില്ല, യാതൊരു അവസ്ഥയാണ്. അങ്ങനെ അവരെയും പിന്നെ ഓരോ ആംബുലൻസിലായി അവരെ ഞങ്ങൾ പെട്ടെന്ന് എടുത്ത് കയറ്റി കോന്നിയിലേക്ക് പറഞ്ഞു വിട്ടു. ഈ മേഖലകളിൽ അപകടങ്ങൾ ഉണ്ടാകാറുണ്ടോ? ഈ മേഖലയിൽ സ്ഥിരമായിട്ട് അപകടം ഉണ്ടാകാറുണ്ട്. ഈ റോഡിൻ്റെ അശാസ്ത്രീയതയാണോ എന്തോ. റോഡിൽ ഇപ്പോൾ മണ്ഡലകാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ റോഡിൻ്റെ 2 പോസ്റ്റുകൾ കഴിഞ്ഞ ദിവസം ഒരു ഇന്നോവ കാർ വന്ന് ഇടിച്ച് തകർത്താണ്. ഇന്നലെ രാവിലെയും നെടുമൺകാവ് ജംഗ്ഷനിൽ ഒരു ആക്സിഡൻറ്റ് ഇതേ സമയത്ത് സംഭവിച്ചു. അത് കഴിഞ്ഞാണ് ഓടിച്ചിരുന്ന ഡ്രൈവറിൻ്റെ ലൈസൻസ് കിട്ടുന്നത്. അതിൻ്റെ ഫോട്ടോ എടുത്തപ്പം പൂങ്കാവിൽ മല്ലശ്ശേരി വാഹനം ഓടിച്ചായിരുന്നു ബിജു ആയിരുന്നു. വാഹനം ഓടിച്ചാരെന്ന് നമുക്ക് കറക്റ്റ് വ്യക്തതയല്ല. കാരണം അന്നേരം ആകെ അങ്ങനെ ഇതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പം ലൈസൻസ് എടുത്ത് നോക്കിയപ്പോൾ ലൈസൻസിന് കിട്ടിയ അഡ്രസ്സിലാണ്. പിന്നെ മല്ലശ്ശേരി സ്വദേശികളാണെന്നും അവിടെ എൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ച് ആ വീട്ടുകാരോട്ട് ബന്ധപ്പെടാൻ സാധിച്ചതും. അപകടത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ് അവിടെ അപകട സമയമുണ്ടായിരുന്ന ആളുകൾ ദിലീപിനോട് പങ്കുവച്ചത് നമ്മൾ കേട്ടത്.